ഈ ഇന്ത്യൻ സിനിമയിൽ ആകാരവടിവ് കൊണ്ട്, അതായത് എല്ലാം കൃത്യം അളവിൽ എന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെട്ട ഒരു നടിയാണ് ഭാനുപ്രിയ. അത് നിങ്ങൾക്ക് രാജശില്പി കണ്ടാൽ മനസ്സിലാവും. അത് സൗന്ദര്യം മാത്രം കണ്ടിട്ടോ നൃത്തത്തിൽ മാത്രം ആകൃഷ്ടനായിട്ടോ ആണ് നായകൻ തോറ്റത്. ചിലര് ആലങ്കാരികമായിട്ടൊക്കെ ഘോരഘോരം സംസാരിക്കും, മനസ്സിനാണ് സൗന്ദര്യം എന്നൊക്കെ. വേറെ ചിലര് എണ്ണക്കറുപ്പിന് ഏഴഴക് എന്നൊക്കെ പറയും. എന്നിട്ട് സ്വന്തം കാര്യം വരുമ്പോൾ സൗന്ദര്യം, സിനിമയിലെ സൗന്ദര്യം, യോജിച്ച അഭിനേതാവ് അല്ലെങ്കിൽ അഭിനേത്രി, അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനൊരു പ്രധാന കാരണമുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടന് വരെ തെറ്റുപറ്റിയ ഒരു സംഭവം. അതിനു മുൻപ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, സൗന്ദര്യം എന്ന വാക്കിന് നിർവചനമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ചില ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് മോചനം നേടാത്തവർക്ക് വെളുപ്പാണ് സൗന്ദര്യം എന്നൊക്കെ ചിലർ പറയും. വേറെ ചിലര് ആലങ്കാരികമായിട്ടൊക്കെ ഘോരഘോരം സംസാരിക്കും, മനസ്സിനാണ് സൗന്ദര്യം എന്നൊക്കെ. വേറെ ചിലര് എണ്ണക്കറുപ്പിന് ഏഴഴക് എന്നൊക്കെ പറയും. എന്നിട്ട് സ്വന്തം കാര്യം വരുമ്പോൾ ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ സൗന്ദര്യത്തിന് വ്യക്തമായിട്ടുള്ള ഒരു നിർവചനമില്ല എന്നുള്ളതാണ് സത്യം. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും സൗന്ദര്യമുള്ളതായിട്ട് തോന്നുന്നത്. അത് അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ് കേട്ടോ. അതോടൊപ്പം വേറൊരാളുടെ സൗന്ദര്യ സങ്കല്പത്തെ പരിഹസിക്കാനും നമുക്ക് അവകാശമില്ല. ഇത് ഒരു നല്ല സന്ദേശം എന്നുള്ള രീതിയിൽ ഇന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ന് ഇത്രയും പറയാൻ കാരണം, ഞാൻ ഒരാളെയും ബോഡി ഷെയ്മിംഗ് അല്ല നടത്തുന്നത്, പകരം സിനിമയുടെ പിന്നാമ്പുറത്ത് നടന്ന ഒരു സംഭവം മാത്രമാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കാൻ കൂടിയാണ്. അതായത് കോഴിക്കോട്ടുകാരനായ മുല്ലശ്ശേരി രാജു, അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി ലക്ഷ്മി, ഇവരെ നിങ്ങളറിയോ? എന്നാൽ സിനിമയിലൂടെ നിങ്ങളെല്ലാവരും ഇവരുടെ ജീവിതം കണ്ടിട്ടുണ്ട്. മലയാളികളുടെ മുൻപിൽ മുണ്ടൊടുത്ത മീശ പിരിക്കുന്ന തറവാടിയായിട്ട് ലാലേട്ടൻ എത്തിയ ദേവാസുരം, ആ ചിത്രത്തില് ലാലേട്ടന് വരെ തെറ്റുപറ്റിയ ഒരു സംഭവം. അതായത് IV ശശിയുടെ ഒരു വാശി കൊണ്ട് മാത്രം ലാലേട്ടന്റെ അഭിപ്രായങ്ങളെ അപ്പാടെ തള്ളിക്കളഞ്ഞതിന്റെ ഫലമായിട്ട് കിട്ടിയ ഒരു കഥാപാത്രമാണ് രേവതിയിലൂടെയുള്ള ഭാനുമതി എന്നുള്ളതാണ് സത്യം. അത് ഈ അടുത്ത കാലത്ത് രേവതി തന്നെയാണ് കേട്ടോ തുറന്നു പറഞ്ഞത്. അതായത് ദേവാസുരത്തിലെ ആ വമ്പൻ കഥാപാത്രം നൽകിയിട്ട് ലാലേട്ടനോട് ഒരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ എന്നുള്ള ചോദ്യത്തിന് അതിനാവേശം തന്നത് ലാലേട്ടനല്ലല്ലോ എന്നുള്ളതായിരുന്നു രേവതിയുടെ പ്രതികരണം. അതായത് ഭാനുമതിയാകാൻ ഡാൻസ് അറിയുന്ന വളരെ ബോൾഡായ പ്രകൃതമുള്ള ഒരു നടിയെയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട കള്ളു കുടിച്ച് കുടുംബം തന്നെ നശിപ്പിച്ച ഒരു അച്ഛന്റെ മകളാവേം വേണം. കഥാകൃത്തായിട്ടുള്ള രഞ്ജിത്തിനും നായകനായിട്ടുള്ള ലാലേട്ടനും ഒരേ വാശിയായിരുന്നു. ഒന്നുകിൽ ഭാനുപ്രിയ അല്ലെങ്കിൽ ശോഭന. രണ്ടുപേരും പ്രൊഫഷണൽ നർത്തകിമാരാണ്. ഒപ്പം ഇന്ത്യൻ സിനിമയിൽ തന്നെ ആകാരവടിവ് കൊണ്ട്, അതായത് എല്ലാം കൃത്യം അളവിൽ എന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെട്ട ഒരു നടിയാണ് ഭാനുപ്രിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പണ്ട് വിശ്വാമിത്ര എന്നുള്ള ദൂരദർശൻ സീരിയലിൽ വിശ്വാമിത്രന്റെ തപസ്സിളക്കുന്ന മേനകയായിട്ട് ഭാനുപ്രിയയെ തന്നെ കാസ്റ്റ് ചെയ്തത്. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് രാജശില്പി കണ്ടാൽ മനസ്സിലാവും, ശോഭനയും ഇത്തരത്തിലല്ലെങ്കിൽ പോലും അത്യാവശ്യം ലുക്കുള്ള നടി തന്നെയാണ്. പക്ഷേ IV ശശിക്ക് ഇവര് രണ്ടുപേരും പറ്റില്ല. അദ്ദേഹം ഭാനുമതിയെ കണ്ടത് രേവതിയിലൂടെയാണ് എന്നുള്ളതാണ് സത്യം. അതിന് കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ ഭാനുമതിയുടെ ഗുണങ്ങൾ കൂടാതെ നായകനായ മംഗലശ്ശേരി നീലകണ്ഠൻ വരെ തോറ്റുപോകേണ്ടത് ഈ ഭാനുമതിക്ക് മുൻപിലാണ്. അത് സൗന്ദര്യം മാത്രം കണ്ടിട്ടോ നൃത്തത്തിൽ മാത്രം ആകൃഷ്ടനായിട്ടോ ആണ് നായകൻ തോറ്റത് എന്ന് പ്രേക്ഷകര് തെറ്റിദ്ധരിക്കരുത് എന്നുള്ള ഒരു നിർബന്ധം IV ശശിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം രേവതിയെ തന്നെ കാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഇതാ പെണ്ണ്, ഇത്രയും നാൾ കണ്ടതെല്ലാം ശവങ്ങളായിരുന്നു എന്ന് ഫ്യൂഡൽ മാടമ്പിയായ മംഗലശ്ശേരി നീലകണ്ഠനെ കൊണ്ട് പറയിപ്പിക്കാൻ, നീലകണ്ഠന് ഭാനുമതി ഇല്ലാതെ പൂർണ്ണതയുണ്ടോ എന്ന് വാര്യരെ കൊണ്ട് ചോദിപ്പിക്കാൻ രേവതിയിലൂടെയുള്ള ഭാനുമതിക്ക് മാത്രമേ കഴിയൂ. ഇനി നിങ്ങളും ആ ഭാനുമതിയുടെ സ്ഥാനത്ത് ശോഭനയെയോ ഭാനുപ്രിയയെയോ അതുമല്ലെങ്കിൽ രേവതി അല്ലാത്ത വേറെ ഏതെങ്കിലും നടിമാരെയോ ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. ഈ തലമുറയിലും ഉണ്ടല്ലോ ധാരാളം പേര്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സിനിമയുടെ പിന്നാമ്പുറ കഥകൾ എന്നുള്ള ഈ വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഒരു ഷെയർ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.